കുറ്റിച്ചിറ കോഴിക്കോട് കോർപ്പറേഷനിലെ 59ാമത്തെ വാർഡ്. യൂത്ത് ലീഗിൻ്റെ സംസ്ഥാന സെക്രട്ടറി കൂടിയായ ഫാത്തിമ തഹ്ലിയാണ് ഇവിടെ മത്സരിക്കുന്നത്. വലിയൊരു ആവേശത്തോടു കൂടിയാണ് മത്സരരംഗത്ത് വരുന്നത് അല്ലേ? തീർച്ചയായിട്ടും എൻ്റെ ആദ്യത്തെ അനുഭവമാണ്. ഒരു സ്ഥാനാർത്ഥിത്വത്തിലേക്ക് വരുന്നതൊക്കെ ആദ്യമായിട്ടാണ്. അപ്പോൾ അതിൻ്റെ ഒരു സന്തോഷവും ഒരു വലിയൊരു അനുഭവവും എനിക്ക് തീർച്ചയായിട്ടും ഇതിലുണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു. ചരിത്രപരമായി വലിയ പ്രാധാന്യമുള്ള സ്ഥലം കൂടിയാണ് കുറ്റിച്ചിറ. ആ ഒരു സ്ഥലത്ത് മത്സരിക്കുമ്പോൾ എന്താണ് ഒരു അനുഭവം? തീർച്ചയായിട്ടും ഞാൻ വളരെ ലക്കിയാണെന്ന് എനിക്ക് തോന്നുന്നു. കാരണം ഏതൊരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം, പ്രത്യേകിച്ച് ഒരു രാഷ്ട്രീയ പ്രവർത്തന മേഖലയിൽ സജീവമായിട്ട് നിൽക്കുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനത്തെ ഒരു സ്ഥലത്ത് വന്ന് മത്സരിക്കാൻ പറ്റുക എന്ന് പറയുന്നത് വലിയൊരു അനുഗ്രഹമുള്ള കാര്യമാണ്. അപ്പം ആ രൂപത്തിൽ ഞാൻ വളരെ ലക്കിയാണ്. ഒരുപക്ഷെ ഞങ്ങളൊക്കെ കരുതിയിരുന്നത് അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഒരു സ്ഥാനാർത്ഥിയായി ഫാത്തിമ തഹ്ലി ഉണ്ടാവുമെന്നാണ്. പക്ഷേ ഒരുപക്ഷെ അതിനേക്കാളും നല്ലൊരു സ്ഥാനാർത്ഥിത്വമാണ് ഇപ്പോൾ ലഭ്യമായിരിക്കുന്നത്. എങ്ങനെയാണ് ആ ഒരു അനുഭവത്തെ കാണുന്നത്? അതെ, ഞാൻ പറഞ്ഞല്ലോ, എന്നെ സംബന്ധിച്ചിടത്തോളം കുറ്റിച്ചിറയിൽ വന്ന് മത്സരിക്കുക, അത് എന്നെ സംബന്ധിച്ചിടത്തോളം എന്നല്ല, ഈ കോഴിക്കോട് ജീവിക്കുന്ന രാഷ്ട്രീയ മേഖലയിൽ പ്രവർത്തിക്കുന്ന ഏതൊരു വ്യക്തിക്കും ഈ മണ്ണിൽ വന്നിട്ട് ഒന്ന് മത്സരിക്കാൻ ആഗ്രഹമുണ്ടാകും. അപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം അത് സംഭവിച്ചു എന്ന് പറയുമ്പോൾ ഞാൻ വലിയ അനുഗ്രഹത്തോടെ അതിനെ കാണുന്നു. പിന്നെ ഇവിടെ നിങ്ങൾക്കറിയാം, കോഴിക്കോട് എന്ന് പറഞ്ഞാൽ കുറ്റിച്ചിറയാണ്. കുറ്റിച്ചിറ എന്ന് പറയുമ്പോൾ നമ്മൾ വേറെ ഏതെങ്കിലും സ്ഥലത്ത് പോയിട്ട് പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല, അത് കോഴിക്കോടുള്ള സ്ഥലമാണെന്നറിയാം. അപ്പോൾ ഇതൊരു ഹൃദയഭാഗമാണ്. കോഴിക്കോടിൻ്റെ എല്ലാ പൾസുള്ള സാംസ്കാരികമായിട്ടുള്ള ചരിത്രപരമായിട്ടുള്ള ഒരുപാട് കാര്യങ്ങളുള്ള ഈ മണ്ണിൽ വരാനും ഈ ആളുകളുടെ ഒക്കെ ഒപ്പം നിൽക്കാൻ, ഇവരുടെ എന്താ പറയുക, ഈ ഒരു നേതൃത്വത്തിൻ്റെ ഒപ്പം നിന്നുകൊണ്ട് ഞങ്ങൾ കോർപ്പറേഷൻ തിരിച്ചെടുക്കും. അതെ, ഈ പതിറ്റാണ്ടുകളായി ഇപ്പോൾ LDFിൻ്റെ കയ്യിലാണ് ഈ നഗരസഭയുടെ ഭരണം. അത് എങ്ങനെ, ഏതൊക്കെ തരത്തിൽ തിരിച്ചു പിടിക്കാൻ കഴിയുമെന്നാണ് ആ രീതിയിൽ കാണുന്നത്? എങ്ങനെയാണത്? തീർച്ചയായിട്ടും കോഴിക്കോട് കോർപ്പറേഷൻ എന്ന് പറയുമ്പോൾ നമുക്ക് ആദ്യം തന്നെ പ്രതിപക്ഷവും ഭരണപക്ഷമാണല്ലോ. ഭരണപക്ഷത്ത് ഇപ്പോൾ നിലവിലുള്ളത് കുറേ മുതലാളിമാരാണ്. അവരുടെ കാര്യങ്ങൾ കാര്യമായിട്ട് നടത്തിക്കൊണ്ടു പോകുന്നു എന്നുള്ളത്. അവിടെ LDFിൻ്റെ നേതൃത്വത്തിലുള്ള മുതലാളിമാർ ഭരിക്കുമ്പം പ്രതിപക്ഷത്തുള്ളത് ഈ നാട്ടിലെ ജനങ്ങളാണ്. അവരുടെ ശബ്ദമായിട്ടാണ് ഞങ്ങൾ ഇറങ്ങുന്നത്, അവരുടെ ആവശ്യമായിട്ടാണ് ഞങ്ങൾ ഇറങ്ങുന്നത്. ഈ മണ്ണിൽ ഞങ്ങൾ ഈ നാടിനെ തിരിച്ചു കൊടുക്കാൻ, അത് കോർപ്പറേഷൻ ഭരണ സംവിധാനം തിരിച്ചെടുത്തുകൊണ്ട് തന്നെ ഈ നാട്ടുകാർക്ക് അവരെ ഏൽപ്പിക്കാനുള്ള ഒരു ഉദ്യമമാണ് UDF ഏറ്റെടുത്തിട്ടുള്ളത്. മുസ്ലിം ലീഗത്ത് പ്രധാനമായും പറയുന്ന ഒരു പ്രധാനപ്പെട്ട പരാതി എന്ന് പറയുന്നത്, പ്രധാനമായും വനിതകളുടെ പരാതി എന്നുള്ളത്, ഞങ്ങളെ ഒന്നും പരിഗണിക്കുന്നില്ല എന്നുള്ളതാണ്. പക്ഷേ ഫാത്തിമയെ പോലുള്ള വലിയ തരത്തിലുള്ള മുഖത്തെ തന്നെ അവതരിപ്പിക്കാൻ മുസ്ലിം ലീഗ് ശ്രമിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. അതൊരു വലിയൊരു നിയോഗം തന്നെയായിട്ട് കാണുന്നില്ലേ? തീർച്ചയായിട്ടും എന്നെ സംബന്ധിച്ചിടത്തോളം, ഞാൻ പറഞ്ഞല്ലോ, ഇതൊരു വലിയ നിയോഗമാണ്. പിന്നെ ലീഗിനെ സംബന്ധിച്ചിടത്തോളം ഇപ്പം അങ്ങനെ ആരെങ്കിലും പറയുന്നുണ്ട് എങ്കിൽ അവർക്ക് കറണ്ടായിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ച് ബോധ്യമില്ലാത്തത് കൊണ്ടാണ്. എനിക്ക് തോന്നുന്നു കേരളത്തിലെ ഇപ്പോഴത്തെ രാഷ്ട്രീയ സംഘടനകളെ പരിശോധിച്ച് ഏറ്റവും അപ്ഡേറ്റഡ് ആയിട്ട് പോകുന്ന സംഘടന ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗാണ്. ലീഗിനെ കുറിച്ച് നിരന്തരമായിട്ട് പറയുന്ന ആക്ഷേപം സ്ത്രീകൾക്ക് പ്രാതിനിധ്യം കൊടുക്കുന്നില്ല എന്നാണ്. ഞങ്ങളുടെ ദേശീയ കമ്മിറ്റിയിൽ വരെ ഇപ്പോൾ 2 വനിതകൾ സെക്രട്ടറിമാരായിട്ട് ഇരിക്കുന്നുണ്ട്. മറ്റേത് സംഘടനയിൽ അങ്ങനെ ഉണ്ട് എന്ന് ഒന്ന് പരിശോധിച്ച് നോക്കിയാൽ മതി. അപ്പോൾ സജീവം പിന്നെ പുതിയ കാലത്തെ എല്ലാ ടെമ്പോകളെയും എല്ലാ വൈബുകളെയും എല്ലാ തരത്തിലുള്ള ആശയങ്ങളെയും ഉൾക്കൊണ്ടുകൊണ്ട് മുന്നോട്ട് പോകുന്ന സംഘടനയാണ് ഞങ്ങളുടെ പാർട്ടി. അത് പറഞ്ഞുകൊണ്ടാണ് കഴിഞ്ഞ കാലത്തൊക്കെ നമ്മൾ കണ്ടത് മുഖമില്ലാത്ത സ്ത്രീകളെയായിരുന്നു തെരഞ്ഞെടുപ്പ് രംഗത്തുണ്ടാകുന്നത്. പക്ഷേ അവിടെയാണ് ഫാത്തിമ തഹ്ലിയെ പോലുള്ള ഒരാൾ മുഖമുള്ള, അല്ലെങ്കിൽ വളരെ കൃത്യമായി രാഷ്ട്രീയ നിലപാട് പറയുന്ന ഒരു നേതാവ് ഇത്തരത്തിൽ കോഴിക്കോട് തന്നെ വരുന്നത് എന്നുള്ളതാണ് ഞാൻ പറഞ്ഞതിൻ്റെ ഉദ്ദേശം. തീർച്ചയായും അത് കുറേ മുമ്പുള്ള കാര്യങ്ങളാണ്. ഇപ്പം അതൊക്കെ മാറിയില്ല. ക്രമേണ നമ്മൾ ആളുകളുടെ ആവശ്യത്തിനനുസരിച്ച്, നമ്മളുടെ ചിന്തകൾക്കനുസരിച്ച്, പുതിയ മാറ്റത്തിനനുസരിച്ച് സഞ്ചരിക്കാൻ പറ്റുന്ന ഒരു ആവേശവും അതിനനുസരിച്ചിട്ടുള്ള നേതൃത്വവും ഞങ്ങൾക്കുണ്ട്. ആ രൂപത്തിൽ ഞങ്ങൾ പോകുന്നുണ്ട്. കാലം എന്താണോ ആവശ്യപ്പെടുന്നത് അതിനനുസരിച്ച് തീരുമാനങ്ങളും അതിനനുസരിച്ച് അപ്ഡേറ്റഡ് ആയിട്ടുള്ള സംഘടനയാണ് ഞങ്ങളുടേത്. പല സ്ഥലങ്ങളിലും ചില സ്ഥാനാർത്ഥി നിർണ്ണയവുമായി ബന്ധപ്പെട്ട ചില പ്രശ്നങ്ങളൊക്കെ നമ്മൾ ശ്രദ്ധയിൽപ്പെടുന്നുണ്ട്. പല സ്ഥലങ്ങളിലും പല ആളുകളും രാജിവെച്ച് പോകുന്ന അടക്കമുള്ള, അത് ഏതെങ്കിലും തരത്തിൽ മുസ്ലിം ലീഗിനെയോ കോഴിക്കോട്ടെ UDFിനെ ബാധിക്കാനുള്ള സാധ്യതയുണ്ടോ? ഞങ്ങൾ ഇവിടെ UDFിൻ്റെ നേതൃത്വം വളരെ ഗംഭീരമായിട്ടാണ് സ്ഥാനാർത്ഥി നിർണ്ണയമൊക്കെ പൂർത്തിയാക്കിയിട്ടുള്ളത്. അതിൽ ആളുകളുടെ ആവശ്യം, ആ നാടിൻ്റെ ആവശ്യം, അതിൽ പാർട്ടിക്ക് ഞങ്ങളെ ഏറ്റവും മുന്നിലുള്ള പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഈ കോർപ്പറേഷൻ തിരിച്ച് പിടിക്കുക എന്നുള്ളതാണ്. അതിന് ആപ്റ്റായിട്ടുള്ള കാൻഡിഡേറ്റ്സിനെയാണ് തീർച്ചയായിട്ടും ഇത്തവണ അവർ രംഗത്തിറക്കിയിട്ടുള്ളത്. അതുകൊണ്ട് ആ കാര്യത്തിലൊന്നും ആശങ്കയില്ല. തെരഞ്ഞെടുപ്പ് രംഗത്ത്, പ്രചാരണ രംഗത്ത് സജീവമായി കഴിഞ്ഞു അല്ലേ? അതെ, ഞാൻ ഇന്നലെയാണ് ഡിക്ലറേഷൻ വരുന്നത്. ഇന്ന് മുതൽ ഞാൻ ഇവിടെ ഇറങ്ങി പ്രവർത്തനം ആരംഭിച്ചു. ഏതായാലും ഫാത്തിമ തഹ്ലിയ വലിയ ആത്മവിശ്വാസത്തിലാണ്. നഗരസഭയുടെ ഭരണം പിടിച്ചെടുക്കുക എന്നുള്ളതാണ്. കാരണം ഒരു വാർഡിൽ വിജയിക്കുക എന്ന് മാത്രമല്ല, കഴിഞ്ഞ കുറേ വർഷങ്ങളായി LDF ആണ് ഇവിടെ ഭരിക്കുന്നത്. ആ ഭരണം തിരിച്ചു പിടിക്കാൻ ആവശ്യമായ എല്ലാ ചേരുവകളും ചേർത്തുകൊണ്ടാണ് തങ്ങൾ UDF ഇപ്പോൾ വരുന്നത് എന്നുള്ളതാണ്. അതോടൊപ്പം തന്നെ സ്ത്രീകൾക്ക് വലിയ പ്രാധാന്യം നൽകാൻ മുസ്ലിം ലീഗ് തയ്യാറാകുന്നു എന്നുള്ള കാര്യം കൂടി അവർ പറഞ്ഞു വെക്കുകയും ചെയ്യുന്നുണ്ട്. ഏതായാലും എല്ലാ തരത്തിലുള്ള വിജയാശംസകളും നേരുകയാണ്. വീഡിയോ ജേർണലിസ്റ്റ് ജിബേഷിനൊപ്പം റിപ്പോർട്ടർ AK അഭിലാഷ്, ഇൻ റിപ്പോർട്ടർ, കോഴിക്കോട്.